Hi guys, welcome back to my drama teller. ബോക്സു ടാക്സി ഡ്രൈവർ പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് ഞാൻ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. സോ ടാക്സി ഡ്രൈവറും ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നു. ടാക്സി ഡ്രൈവറെ കാണുന്ന ബോക്സു നീയാണോ എന്ന് ചോദിക്കുന്നു. ചോദിക്കുക മാത്രമല്ല എന്റെ ഗേൾ ഫ്രണ്ട് എവിടെ എന്ന് ചോദിച്ച് ടാക്സി ഡ്രൈവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുവാണ്. അയാളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ട്. ടാക്സി ഡ്രൈവർ ബോക്സുവിന്റെ കഴുത്ത് പിടിച്ചുകൊണ്ട് എന്നെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിനക്ക് നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണണമെന്നില്ലേ? സത്യം പറയാലോ, നിന്നെ പോലെ റിച്ച് ആയിട്ടുള്ള ഒരു ചൈനക്കാരനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നീ ക്യാഷ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതുപോലൊരു സിറ്റുവേഷൻ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത് മണ്ടത്തരമായതുകൊണ്ട് തന്നെ ബോക്സ് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് അവളെ കാണണം എന്ന് പറയുന്നു. ടാക്സി ഡ്രൈവർ വീഡിയോ കോളിലൂടെ ഷെൻഷനെ കാണിച്ചു കൊടുക്കുന്നു. അവളെ കെട്ടിയിട്ടിരിക്കുവാണ്, കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. കൂടാതെ അയാളുടെ ഫ്രണ്ട് ഷെൻഷനോട് മിസ്ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവള് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കണ്ട് ബോക്സുവിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവനുള്ളത്. അവളെ നേരിട്ട് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് ബോക്സ് പറയുന്നു. എന്നാൽ ടാക്സി ഡ്രൈവർ അതിന് സമ്മതിക്കുന്നില്ല. ആദ്യം പണം, എന്നിട്ട് നീ അവളെ കണ്ടോ എന്നാണ് ടാക്സി ഡ്രൈവർ പറയുന്നത്. അവൻ എത്ര തവണ റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. പകരം ഏത് അക്കൗണ്ടിലേക്കാണോ പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വഴിയില്ലാതെ അവൻ പണം ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അയാള് നിന്റെ വാച്ച് കാരണമാണ്, നീ റിച്ച് ആണെന്ന് എനിക്ക് മനസ്സിലായേ എന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു തുക ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം കയറുമ്പോഴേക്ക് രാത്രി ആവാറായിട്ടുണ്ട്. പണം ക്രെഡിറ്റ് ആയതിന്റെ നോട്ടിഫിക്കേഷൻ തന്റെ ഫോണിലേക്ക് വരുന്നതും ടാക്സി ഡ്രൈവർ തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. പണം കിട്ടിയ വിവരം പറയുന്നു. എന്നാൽ അയാളുടെ ഫ്രണ്ട് വേണമെന്ന് കരുതി കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി തട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന വൈക്കോല് കത്താൻ തുടങ്ങുവാണ്. ഷെൻഷന്റെ കെട്ടാണേൽ അയാൾ അഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല. തീ കാണുന്ന ഷെൻഷൻ ഒരുപാട് കരയുന്നുണ്ട്. ബോക്സു അവളെ തിരഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുവാണ്. എന്നാൽ ടാക്സി ഡ്രൈവർ അവനെ തടയുവാണ്. എന്തിനാന്ന് വെച്ചാൽ ബോക്സുവിനെ കണ്ടപ്പോഴേ അയാൾ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വാച്ചില്ലേ, ആ വാച്ച് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ടാക്സി ഡ്രൈവർ നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, നീ അത്രയ്ക്ക് റിച്ച് ആണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഷെൻഷനെ കെട്ടിയിട്ട കുടിലേക്ക് വരുന്നു. അവിടെ മുഴുവൻ തീ ആളി പടരാൻ തുടങ്ങിയിട്ടുണ്ട്. റൂഫിന്റെ ഭാഗങ്ങളൊക്കെ കത്തി താഴേക്ക് വീഴുവാണ്. ഇതിന്റെ ഇടയിൽ ബോക്സും വീണു പോകുന്നു. ഈ തീ കാണുന്നതും അവന്റെ നില സ്റ്റേബിൾ അല്ലാതാവുന്നു. അവന്റെ അമ്മയെയും ചെറുപ്പത്തിൽ നടന്ന ഫയർ ആക്സിഡന്റും എല്ലാം അവന് ഓർമ്മ വരുന്നു. തീയിനോടുള്ള പേടി മനസ്സിൽ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടു മുന്നിൽ രക്ഷപ്പെടാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെൻഷനെ അവൻ കാണുന്നത്. പേടിച്ചുകൊണ്ടിരുന്ന തന്റെ അമ്മയെ പോലെ ഷെൻഷനെയും തനിക്ക് നഷ്ടമാവും എന്ന ചിന്ത അവന് വരുന്നതും അവളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എനർജിയും ധൈര്യവും ഒക്കെ അവന് വരുവാണ്. അവന്റെ പേടി ഓവർകം ചെയ്ത് ബോക്സ് ഷെൻഷന്റെ അടുത്തേക്ക് വരുന്നു. അവളുടെ കെട്ടഴിച്ചു കൊടുത്ത് ഷെൻഷനെ എടുത്തുകൊണ്ട് ബോക്സ് പുറത്തേക്ക് വരുന്നു. ഇവിടെ ഇതേ സമയം കോൺടെസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സീറോവിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അവൻ ഒരുപാട് ഹാപ്പിയാണ്. ബോക്സും ഇപ്പൊ ഷെൻഷനെ രക്ഷിച്ച് പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് പോലീസും ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് മാത്രമല്ല ടാക്സി ഡ്രൈവറെയും ഫ്രണ്ട്സിനെയും പോലീസ് കൈയോടെ പൊക്കിയിട്ടുണ്ട്. ഇപ്പൊ ബോക്സ് വെള്ളത്തിലേക്ക് ചാടുവാണ്. എന്തിനാന്ന് മനസ്സിലായോ? ഷെൻഷന്റെ കയ്യിൽ നിന്ന് വീണുപോയിട്ടുണ്ടായിരുന്ന മോതിരം ഇല്ലേ, അതെടുക്കലാണ് അവന്റെ ഉദ്ദേശം. അതിനുവേണ്ടി അവൻ ഒരുപാട് തിരയുന്നു. ഷെൻഷൻ അത് കിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. ബോക്സും സാഡായി ഇല്ല, എനിക്ക് ഈ ഷെല്ല് മാത്രമാണ് കിട്ടിയ, ഇത് നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നേ? അല്ലേലേ ഞാൻ നല്ല കുറ്റബോധത്തിൽ ഇരിക്കുവാണ്, അതിന്റെ ഇടയിലാണോ നീ കാണാൻ കൊള്ളാത്ത ഷെല്ലും കൊണ്ട് വന്നേക്കുന്നേ? പോയതൊരു ഡയമണ്ട് ആണ്, അത് നിന്റെ അമ്മ തന്നതാണ് എന്ന് പറയുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കും അത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഞാനത് കണ്ടുപിടിക്കും, എന്തായാലും ഞാനത് കണ്ടുപിടിക്കും എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു നിനക്ക് ഡയമണ്ട് ഇഷ്ടമായതുകൊണ്ടാണോ നീ അത് കണ്ടുപിടിക്കാൻ പോകുന്നേ? വേറൊരു ഡയമണ്ട് നിനക്ക് വേണ്ടി വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് പറ്റും. ആ ഡയമണ്ട് നീ കണ്ടുപിടിക്കുന്നു നീ പറഞ്ഞില്ലേ, ആ ഡയമണ്ട് കണ്ടെത്താൻ വേണ്ടി ഞാനും ഒരുപാട് ട്രൈ ചെയ്തതാണ്. എന്നാൽ എനിക്കത് കിട്ടിയില്ല. അതിന് പകരമാണ് ഈ ഷെല്ല് കിട്ടിയത്. ഈ ഷെല്ല് നിനക്ക് വേണോന്ന് ചോദിച്ചപ്പോ നീ അത് വേണ്ടാന്നും പറഞ്ഞു. ഈ ഷെല്ല് എന്റെ ഹാർട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്നാൽ നീ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നു. ഷെൻഷൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഷെല്ല് വേണ്ടാന്ന് പറഞ്ഞതെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ എന്ന് ചോദിച്ച് അവനെ തടഞ്ഞു നിർത്തുന്നു. ബോക്സ് വീണ്ടും ആ ഷെല്ല് കാണിച്ച് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, നിനക്ക് ഈ ഷെല്ല് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. ഇനി അടുത്ത അടി തുടങ്ങാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷെൻഷൻ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ആ ഷെല്ല് എടുക്കാൻ പോകുന്നു. എന്നാൽ ഷെല്ല് കൊടുക്കാതെ ബോക്സു ഞാനൊരു ഏലിയൻ ആണെന്ന കാര്യം ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ എന്റെ ഏലിയൻ പവർ വെച്ച് ഒരു മാജിക് ചെയ്തിട്ടുണ്ട്. ഈ ഷെല്ല് നീ എടുക്കുന്ന സമയത്ത് ആ മാജിക് കൊണ്ട് നീ സർപ്രൈസ് ആയി പോവും എന്ന് പറയുന്നു. ഷെൻഷൻ ആണെങ്കിൽ ഓ പിന്നെ അവന്റെ ഏലിയനും മാജിക്കും എന്ന് ചിന്തിച്ച് ആ ഷെല്ല് എടുക്കുന്നു. അവന്റെ വിരലിലുള്ള അന്ന് മിസ്സായി പോയ ആ റിങ് കണ്ട് ഷെൻഷൻ ബോക്സ് പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് ആയി പോവാണ്. വിശ്വാസം വരാതെ ഷോക്കായി അവള് ബോക്സുവിനെ നോക്കുന്നു. റിങ് തിരയാൻ പോയിട്ട് അത് അവന് കിട്ടിയില്ല എന്ന് ബോക്സ് പറഞ്ഞത് കള്ളമായിരുന്നു കേട്ടോ. സത്യത്തിൽ അവൻ ആ റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെൻഷൻ റിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ബോക്സ് കൈവരിച്ചുകൊണ്ട് നിനക്കിത് വേണ്ടാന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണാവോ മാഡം തീരുമാനം മാറ്റിയേ എന്ന് ചോദിക്കുന്നു. അവള് പെട്ടെന്ന് തന്നെ ആ റിങ് എടുത്ത് വിരലിടുന്നു. ഞാൻ നിന്നെ ഒരു തവണ മിസ് ചെയ്തു, അതേ തെറ്റ് രണ്ടാമതും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബോക്സുവിനെ ഹഗ് ചെയ്തുകൊണ്ട് ഷെൻഷൻ അതിന് ഉത്തരം കൊടുക്കുന്നത്. ബോക്സ് ഷെൻഷന്റെ കൈ പിടിച്ചുകൊണ്ട് നീ ഈ റിങ് വിരലിട്ട സമയം തൊട്ട് നിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, അതാണ് ഞാൻ
ഞാൻ നിനക്ക് തരുന്ന പ്രോമിസ്. അതുപോലെ നീ എന്നെ വിട്ടു പോവില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന നീയും പ്രോമിസ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമല്ല നിന്നെ ഈ ആകാശത്തിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആക്കി ഞാൻ മാറ്റുകയും ചെയ്യും എന്ന് പറയുന്നു. ഷെൻഷനെ ഹഗ് ചെയ്തുകൊണ്ട് ബോക്സു, ചില സമയത്ത് നിനക്ക് ആർത്തി കൂടുതലാ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി നീ എങ്ങനെയാ തിരിച്ചു തരാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ പോവാണ്, അത് മതിയോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ബോക്സ് ഒരുപാട് ഹാപ്പി ആവുന്നു. തന്റെ ഇഷ്ടം വീണ്ടും ബോക്സ് പറയുന്നതും ഷെൻഷൻ പെട്ടെന്ന് തന്നെ അവനെ കിസ് ചെയ്യുവാണ്. അവൻ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്പനിയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ബോക്സുവിന്റെ MV പ്ലേ ചെയ്യുവാണ്. ബോക്സു എഴുതിയ കോണ്ടസ്റ്റിൽ പാടാൻ കഴിയാതെ പോയൊരു സോങ് ഇല്ലേ, ആ സോങ് ഷെൻഷനെ അന്ന് ഫയർ ആക്സിഡന്റിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്ന ഫുട്ടേജും മറ്റും യൂസ് ചെയ്ത് ഒരു MV ആയി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ MV ആണ് ഇപ്പൊ കമ്പനിയിൽ എല്ലാവരും കാണുന്നത്. ഡയറക്ടർ നൻ ഈ സോങ് ആണ് ഇപ്പൊ വൈറലായിരിക്കുന്നത്. ഡൗൺലോഡ് റേറ്റും കൂടുതലാണ്, ഒരുപാട് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് എണ്ണി പറയാൻ പോലും പറ്റില്ല, കാരണം അത്രത്തോളം ഉണ്ട്. ഈ MVയുടെ 40% ആക്സിഡന്റ് നടന്ന സമയത്തുള്ള ന്യൂസിൽ നിന്നും എടുത്ത ഫുട്ടേജ് ആണ്. ബാക്കി 60% റീഷൂട്ട് ചെയ്തതാണ്. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബോക്സ് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ രക്ഷിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ നടന്നൊരു സംഭവമാണ്. MVയുടെ കാര്യമൊക്കെ വിട്, അത് തന്നെ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. പിന്നെ ഞാൻ കേട്ടത് ഇത് ഷെൻഷന്റെ ഐഡിയ ആണെന്നാണ് എന്നൊക്കെ ഡയറക്ടർ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ബോക്സുവിനെ അഭിനന്ദിക്കുന്നു. പ്രസിഡന്റ്, ബോക്സുവിന്റെ സോങ് നല്ലത് തന്നെയാണ്, പക്ഷേ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, നമ്മുടെ ആർട്ടിസ്റ്റോ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ യു, സീറോ മോശമൊന്നുമല്ല, അവൻ പാടിയ പാട്ട് റാങ്കിംഗ് ലിസ്റ്റിൽ ടോപ്പ് 5 വന്നിട്ടുണ്ട്. അവൻ ബോക്സുവിന്റെ അത്ര ഫേമസ് അല്ല എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവൻ അവന്റേതായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഈ ഇൻഡസ്ട്രിയിലെ തന്നെ എക്സ്പേർട്സ് ആണ് അവന്റെ സിംഗിങ് സ്കിൽസിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ആ പിക്കി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, വൂഗോങ്ങിനും സീറോവിന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രസിഡന്റ്, സീറോ ഫോറിൻ മ്യൂസിക് കമ്പനികളെയും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികളെ കോൺടാക്ട് ചെയ്യാനും കോർപ്പറേഷനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ഞാൻ കമ്പനിയിൽ ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാവാത്ത ആ സമയത്ത് ഡയറക്ടർ ഡൂ ആയിരിക്കും കമ്പനി കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് പറയുന്നു. മീറ്റിംഗ് പിരിച്ചുവിട്ട് പുറത്തേക്ക് വരുന്ന പ്രസിഡന്റ് കുറച്ച് സമയത്തേക്ക് കമ്പനിയിലേക്ക് നോക്കി നിൽക്കുന്നു. ആക്ച്വലി പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോകുന്നത് സർജറിക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. വളരെ വിഷമത്തോടെയാണ് പ്രസിഡന്റ് പോകുന്നത്. ഈ സമയത്ത് കാറിന്റെ മുന്നിലേക്ക് ഡയറക്ടർ ഡൂ വരുവാണ്. കാറിലേക്ക് കയറിയിരിക്കുന്ന ഡയറക്ടർ ഡൂവിനോട് പ്രസിഡന്റ്, ഞാൻ നിന്നോട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ ഡൂ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. കാർ എടുക്കാനാണ് ഡ്രൈവറോട് പറയുന്നത്. നീ എന്തുകൊണ്ട് ഈ കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന് ഡയറക്ടർ ഡൂ പ്രസിഡന്റിനോട് ചോദിക്കുന്നു. എന്തു പറഞ്ഞില്ല എന്നാ നീ പറയുന്നത് എന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ആരെങ്കിലും നിന്നെ നോക്കാനായിട്ട് വേണ്ടേ? ഈ കാര്യം ഒരുപാട് കാലത്തേക്ക് നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു. നീ സത്യം പറഞ്ഞ എന്നെ ഒരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് പോലുമില്ല എന്ന് ഡയറക്ടർ ഡൂ സങ്കടത്തോടെ പറയുന്നു. പ്രസിഡന്റ്, നീ എനിക്ക് ക്ഷമിച്ചു തരോ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് പറയുന്നതും ഡയറക്ടർ ഡൂ, പക്ഷേ നീ ആ കാര്യങ്ങളെല്ലാം ചെയ്തത് എനിക്കും നമ്മുടെ മകൾക്കും വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് നീ എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്ത് തരണം എന്ന് പറയുന്നു. പ്രസിഡന്റ് എന്താണെന്ന് ചോദിക്കുന്നു. നിന്റെ അസുഖം മാറിയതിനു ശേഷം നീ എനിക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ എഴുതി തരണം എന്ന് ഡയറക്ടർ ഡൂ പറയുന്നു. തന്റെ തെറ്റുകളൊക്കെ ഡയറക്ടർ ഡൂ ക്ഷമിച്ചു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പ്രസിഡന്റ് ഒരുപാട് സന്തോഷത്തോടെ അത് പ്രോമിസ് കൊടുക്കുന്നു. ഡയറക്ടർ ഡൂ വീണ്ടും ലീന റിസൈൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് സമ്മതിച്ചിട്ടുണ്ട്, നിനക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പ്രസിഡന്റിന് എന്ത് കുഴപ്പം? അങ്ങനെ അവര് തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുന്നു. പിന്നെ സീറോയും യുവാനും അവര് രണ്ടുപേരും ഹാപ്പിയാണ്. ഇവിടെ ഷെൻഷനും ബോക്സും ആണെങ്കിൽ ബോക്സുവിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ജയിച്ചേ തീരൂ എന്ന വാശിയോടെയാണ് ഷെൻഷൻ ആ വീടിന്റെ ഗേറ്റ് കിടക്കുന്നത്. എന്നാൽ അകത്തെത്തി അച്ഛൻ കനപ്പിച്ചൊന്ന് മൂളുമ്പോഴേക്ക് ഷെൻഷൻ ബോക്സുവിന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ മാറ്റുവാണ്. അച്ഛൻ, നീ കാരണം ബോക്സു ഓൾമോസ്റ്റ് മരിച്ചു, അത് നിനക്ക് അറിയോ എന്ന് ചോദിക്കുന്നു. ഷെൻഷനെ അറിയാന്ന് തലയാട്ടുന്നു. അറിഞ്ഞിട്ട് നിനക്ക് കുറ്റബോധമൊന്നും തോന്നില്ലേ എന്നാണ് അച്ഛൻ അടുത്തത് ചോദിക്കുന്നത്. അതിനവളി ഇല്ലാന്ന് തലയാട്ടുന്നത് കണ്ട് പ്രാന്തായി അച്ഛൻ ബോക്സുവിനോട്, കണ്ടു ഇവളത് സമ്മതിച്ചു തന്നു, ഇവക്കൊന്നും പേടിയെന്ന് പറഞ്ഞ സാധനമില്ല എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ ചിരി അടക്കി പിടിച്ചിരിക്കുവാണ്. ഷെൻഷൻ, കാരണം എനിക്ക് അവനെ മനസ്സിലാവും. എന്റെ സ്ഥാനത്ത് അവനായിരുന്നു അവിടെ കുടുങ്ങി കിടന്നതെങ്കിൽ അവൻ എന്നെ എങ്ങനെയായിരുന്നു രക്ഷിച്ചത്, അതുപോലെ തന്നെ ഞാൻ അവനെ രക്ഷിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഓ, ഡയലോഗ് എന്തായാലും നന്നായിട്ടുണ്ട്, ഇത് ആര് വിശ്വസിക്കാനാ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഞാൻ വിശ്വസിക്കും അച്ഛാ എന്ന് ബോക്സ് പറയുന്നത് കേട്ട അച്ഛൻ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് നല്ലതേതാ മോശം ഏതാന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഷെൻഷനോട്, ഞാൻ ഇപ്പൊ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയുന്നു. ഷെൻഷൻ, എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എല്ലാ ആഴ്ചയും നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. എന്റെ എഫേർട്ടും പ്രോഗ്രസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറയുന്നു. അച്ഛൻ, ഒരു തവണ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നിനക്ക് പോരെ, ഇനി എല്ലാ ആഴ്ചയും വന്ന് ദേഷ്യം പിടിപ്പിക്കും എന്നാണോ നീ പറയുന്നേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ബോക്സു,
ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവക്ക് ഒടുക്കത്തെ വാശിയാണ്. അവൾ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാ എന്ന് പറയുന്നു. പിന്നീട് ബോക്സു അച്ഛന്റെ പിയയോട് ഷെൻഷന് ഗാർഡൻ ഒക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ പറയുന്നു. സോ ഷെൻഷൻ നമുക്ക് അടുത്ത ആഴ്ച കാണാട്ടോ എന്ന് അച്ഛനോട് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതൊന്നും കണ്ടിട്ട് അച്ഛന് തീരെ സഹിക്കുന്നില്ല. കണ്ടോ അവക്ക് തീരെ പേടിയില്ല. ഇത് കണ്ട് നീ ചിരിച്ചോണ്ടിരിക്കുവാണോ എന്നാണ് ബോക്സുവിനോട് ചോദിക്കുന്നത്. അവനത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഇളിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കല്ലേ, സമയം ഒരുപാട് കിടക്കുവല്ലേ, ചിലപ്പോ ഞങ്ങൾ ബ്രേക്കപ്പ് ആയാലോ എന്ന് ബോക്സ് ചോദിക്കുന്നു. അച്ഛൻ ഒരുപാട് പ്രതീക്ഷയോടെ ആണോ നിങ്ങൾ എപ്പോഴാ ബ്രേക്കപ്പ് ആവാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു. അവനാണെങ്കിൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടോ, ഈ ജന്മത്തിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന എനിക്ക് തോന്നില്ല എന്ന് കളിയായി പറയുകയും ചെയ്യുന്നു. ഇവിടെ ഗാർഡനിൽ ബോറടിച്ച് നിൽക്കുന്ന ഷെൻഷന്റെ അടുത്തേക്ക് ചേച്ചി വരുവാണ്. അച്ഛനെ വീഴ്ത്താൻ വേണ്ടി നീ ഒരു വലിയ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണല്ലോ ബോക്സ് പറഞ്ഞ്. സത്യം പറഞ്ഞാ നിന്നെ കണ്ടതിൽ ബോക്സ് ഒരുപാട് ലക്കിയാണ് എന്ന് ചേച്ചി പറയുന്നു. കൂടെ തന്നെ ഷെൻഷന്റെ കയ്യിലെ മോതിരം നോക്കി ഇത് അവന് അമ്മ കൊടുത്ത ഡയമണ്ട് ആണ്, ഇത് ഡിസൈൻ ചെയ്തതും അവൻ തന്നെയാണ്, എന്തായാലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെ വലയിലാക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നും ചേച്ചി പറയുന്നു. ഇത് കേട്ട് സ്മൈൽ ചെയ്യുന്ന ഷെൻഷനോട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്തായാലും ഈ ഫാമിലിയിലേക്ക് നിന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് പിയയും പറയുന്നു. ഇവരുടെ സപ്പോർട്ട് കണ്ട് ഷെൻഷൻ ഹാപ്പി ആവുന്നു. ഇവിടെ ബോക്സും അച്ഛനോട് അച്ഛൻ എന്റെ MV കണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഞാൻ കാണാതിരിക്കോ എന്ന് ചോദിച്ചാൽ അച്ഛൻ MVയുടെ ആദ്യത്തെ വരി പാടുന്നു. ബോക്സു അയ്യേ ഈ ഒരു വരി മാത്രമാണോ പഠിച്ചേ എന്ന് ചോദിക്കുന്നു. നിനക്കത് പറയാം, ആ ഒരു വരി തന്നെ ഞാൻ എത്ര തവണ കേട്ടിട്ടാ പഠിച്ചതെന്ന് നിനക്കറിയോ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന അച്ഛനും ഉത്തരം കൊടുക്കുന്നു. അത് ശരിയാ, നിങ്ങൾ പാടുന്നത് വൻ അലമ്പാണ് എന്ന് പറഞ്ഞ് ബോക്സ് അവന്റെ മ്യൂസിക് കരിയറിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ആ സംസാരം എത്തിച്ചേരുന്നത് ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യേണ്ട കാര്യത്തിലേക്കാണ്. അച്ഛൻ വീണ്ടും ആ കാര്യം പറയുവാണ്. എല്ലാ തവണയും അവൻ അടിയുണ്ടാക്കി പോവാറായിരുന്നല്ലോ പതിവ്, എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. അവന്റെ പ്ലാൻ എന്താണെന്നും ഡ്രീം എന്താണെന്നും അവന്റെ ഹാപ്പിനെസ് എന്താണെന്നും അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരുപാട് നേരം സംസാരിക്കേണ്ടി വന്നെങ്കിലും അവന്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തന്നെ അച്ഛൻ തീരുമാനിക്കുന്നു. ഇനി ഫാമിലി ബിസിനസിന്റെ കാര്യവും പറഞ്ഞ് അച്ഛനുമായിട്ട് വഴക്കിടേണ്ടി വരില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന ബോക്സ് ഒരുപാട് ഹാപ്പിയായി എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. എനിക്ക് എന്റെ മോനെയും ഒരുപാട് ഇഷ്ടമാണ് എന്ന് അച്ഛനും പറയുന്നു. പക്ഷേ എനിക്ക് ഷെൻഷനെയാണ് ഇഷ്ടം എന്നുള്ള അടുത്ത ഡയലോഗോടുകൂടെ അച്ഛന്റെ സന്തോഷത്തിന് ബോക്സ് ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുന്നു. നൈറ്റ് ബോക്സുവിന്റെ അച്ഛനും പിയയും തമ്മിൽ സംസാരിക്കുവാണ്. ബോക്സ് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, അവൻ മെച്യൂർഡ് ആയിട്ടുണ്ട്. ഫാമിലി ബിസിനസിന്റെ കാര്യം പറഞ്ഞ് ഇനി മുതൽ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവൻ ഇപ്പൊ തിരഞ്ഞെടുത്ത വഴിയിലൂടെ നന്നായി മുന്നോട്ട് പോകാൻ അവന് കഴിയോ എന്നാലോചിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് അച്ഛൻ പറയുന്നു. പിയെ അതൊരു പ്രശ്നമല്ല, കൂടാതെ അവനെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ ഒരാൾ അവന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നു. അച്ഛൻ അതെനിക്കറിയാം, നിങ്ങൾ എല്ലാവരും ബോക്സുവിനെയും ഷെൻഷനെയും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ മാത്രമാണ് അവരെ എതിർക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് പിയെ സ്മൈൽ ചെയ്യുന്നു. ഇപ്പൊ പിയെ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ ഷെയർസ് പറ്റുന്ന എല്ലാ സോഴ്സിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഷെയർസ് ഉള്ളത്. സോ ഇനി നമ്മൾ എപ്പോഴാ എന്ന് ചോദിക്കുന്നതും അച്ഛൻ നിർത്താൻ പറഞ്ഞ് ഒന്ന് ആലോചിച്ചുകൊണ്ട് ആ ഷെയർസ് എല്ലാം വിൽക്കാൻ പറയുന്നു. എനിക്ക് പ്രായമായിട്ടുണ്ട്, ഇനിയിപ്പോ ഇതുപോലുള്ള യുദ്ധത്തിനുള്ള എനർജി ഒന്നും എന്റെ കയ്യിലില്ല എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് സ്റ്റാർ എന്റർടൈൻമെന്റിനെ വെറുതെ വിടാൻ പോകുവാണ് എന്ന് മനസ്സിലാക്കുന്ന പിയെ ഒരുപാട് ഹാപ്പി ആവുന്നു. ഇവിടെ ബോക്സോ അവന്റെ ഫസ്റ്റ് വർക്ക്, ഫസ്റ്റ് അവാർഡ് തുടങ്ങിയ അച്ചീവ്മെന്റ്സ് എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ്. ആ കൂട്ടത്തിലേക്ക് ബോക്സുവിന്റെ കൂടെയുള്ള ഷെൻഷന്റെ ഫോട്ടോയും എടുത്തു വെക്കാൻ നിൽക്കുവാണ് അവൻ. എന്നാൽ ഷെൻഷനെ തടഞ്ഞ് ഇവിടെ ഈ ഫോട്ടോ വെക്കാൻ പറ്റില്ല, ഇത് നിന്റെ ഫാമിലി അച്ചീവ്മെന്റ്സ് വെക്കാനുള്ള സ്ഥലമല്ല, ഇവിടെ നീ എന്തിനാ എന്നെ കൊണ്ടുവയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൻ ആ ഫോട്ടോ 2 തവണ വാങ്ങി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടും ഷെൻഷൻ സമ്മതിക്കാത്തത് കണ്ട് ബോക്സു നീ എന്താ ഇത്ര സില്ലിയായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ അതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണോ, എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നീയാണ് എന്ന് പറയുന്നതും ഷെൻഷൻ തന്നെ ആ ഫോട്ടോ എടുത്ത് അവിടെ വെക്കുകയും ചെയ്യുന്നു. ബോക്സു ഒരുപാട് ആയല്ലോ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിനക്കൊന്ന് റൊമാൻറ്റിക് ആയിക്കൂടെ, റൊമാൻറ്റിക് ആവുകയില്ല, ആ ഒരു അറ്റ്മോസ്ഫിയർ ചളവാക്കുകയും ചെയ്യും. സാരമില്ല പോട്ടെ, ഒരു കിസ് തന്നേക്ക്, ഞാൻ ക്ഷമിച്ചു തന്നോളാം എന്ന് പറഞ്ഞ് കവിള് കാണിച്ചു കൊടുക്കുന്നു. ഇത് കേൾക്കുന്നതും കിട്ടിയ സമയം കൊണ്ട് ഷെൻഷൻ എസ്കേപ്പ് ആവാനാ നോക്കുന്നേ. എന്നാ ബോക്സ് അവളെ വിടുന്നില്ല, ഷെൻഷനെ കൈയോടെ പൊക്കുന്നു. നിന്നെ ഏറ്റവും അഡോറബിളും ഷൈയും ആയിട്ട് കാണാൻ പറ്റുന്ന സമയമാണിത് എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. ഇപ്പൊ ഡയറക്ടർ ഡു വന്ന് കമ്പനിയിലെ സ്റ്റാഫ്സിനോട് സംസാരിക്കുവാണ്. ഏജന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ഡയറക്ടറെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. ഡയറക്ടർ ആരാണെന്നറിയോ, നമ്മുടെ ഷെൻഷനാണ്. അവളെ കാണുന്നതും കോവർക്കേഴ്സ് എല്ലാവരും ഹാപ്പിയായി അവളെ വെൽക്കം ചെയ്യുന്നു. ഷെൻഷൻ ഞാൻ മാത്രമല്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു സ്റ്റാറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കോവർക്കേഴ്സ് ആണെങ്കിൽ ഇനി അങ്ങ് ബോക്സും ആയിരിക്കോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അത് ബോക്സ് തന്നെ ആയിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടെ അവര് ബോക്സുവിന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം തെറ്റുന്നില്ല, അത് ബോക്സ് തന്നെയാണ്. അവൻ സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനിയുമായി വീണ്ടും സൈൻ ചെയ്തിരിക്കുവാണ്. അവൻ വന്നപാടെ ഞാൻ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ എന്ന് കോളീഗ്സിനോട് പറയുന്നു. ഈ സമയത്ത് ഡയറക്ടർ നന്ന അങ്ങോട്ട് വന്ന ബോക്സുവിനോട്
നീ എന്താ ഇത്ര ലേറ്റ് ആയേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി തരാൻ ഞാൻ ഇല്ലാത്തത് കാരണം നിങ്ങൾ എന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്ന് ബോക്സ് ഡയറക്ടർ നാനിനോട് തിരിച്ചു ചോദിക്കുന്നു. അങ്ങോട്ട് വന്ന ഡയറക്ടർ യുവിനെ കണ്ട് ബോക്സും ഷെൻഷനും ഷോക്കാവുന്നു. കാരണം എന്താണെന്നറിയോ, ഡയറക്ടർ യു പ്രഗ്നന്റ് ആണ്. ബോക്സുവിന്റെയും ഷെൻഷന്റെയും കൺഫ്യൂഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടി ഡയറക്ടർ ഞാൻ ഇത് എന്റെ ബേബിയാണ് കേട്ടോ എന്ന് നല്ല പ്രൗഡായിട്ട് പറയുന്നു. നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ ഫംഗ്ഷൻ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഷെൻഷനോട് ഇതെല്ലാം നിന്റെ തെറ്റാണ്, നിങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഫംഗ്ഷനും ഇത്ര ലേറ്റ് ആയി, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴോ തീരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഡയറക്ടർ ഞാൻ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ യുവാൻ അങ്ങോട്ട് ഓടി വന്ന് ഷെൻഷനെ ഹഗ് ചെയ്യുന്നു. ഈ സമയത്ത് സീറോ അങ്ങോട്ടേക്ക് വരുന്നു. ഞാനൊരു സോങ് എഴുതിയിട്ടുണ്ട്, നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ എന്നാണ് സീറോ വന്നപാടെ ബോക്സുവിനോട് ചോദിക്കുന്നത്. ബോക്സു ആണെങ്കിൽ ഒരു തവണയൊന്നും പോരാ, ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നറിയോ, നിന്നെ ഒരുപാട് തവണ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ. നിന്നെ മാത്രമല്ല ബാക്കിയുള്ളവരെയും ഞാൻ തോൽപ്പിക്കാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം, നീ ഇപ്പൊ എന്റെ സീനിയർ ആണ്. ഞാൻ ഈ കമ്പനിയിൽ ലേറ്റ് ആയിട്ടാണല്ലോ ജോയിൻ ചെയ്തേ, സോ നീ എന്റെ സീനിയർ ആണ്, ഞാൻ നിന്റെ ജൂനിയറും ആണ്. എനിക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നിന്നിൽ നിന്നും പഠിക്കാനുണ്ട് എന്ന് പറയുന്നു. സീറോ നല്ല ഹാപ്പി ആയിട്ട് അവന് കൈ കൊടുക്കുന്നു. എന്തായാലും അവര് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പൊ സീറോ വെൽക്കം ബാക്ക് പറഞ്ഞുകൊണ്ട് ഷെൻഷന് കൈ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബോക്സ് എല്ലാം സഹിക്കും, എന്നാൽ ഇത് സഹിക്കാൻ പോണില്ല. അവൻ സീറോവിന്റെ കൈ തട്ടി മാറ്റി ഷെൻഷനെ അവന്റെ അടുത്തേക്ക് വലിച്ച്, ആഹാ നിനക്ക് വെൽക്കം പറഞ്ഞാ പോരെ, നീ എന്തിനാ അവക്ക് കൈ കൊടുക്കാൻ നോക്കുന്നേ എന്ന് പോസസീവായി പറയുവാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ആർക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡയറക്ടർ യു ഷെൻഷനെ വിളിച്ച് ബോക്സുവിന് ഒരു അസിസ്റ്റന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ വേണം അവരെ ഇന്റർവ്യൂ ചെയ്യാൻ എന്ന് പറയുന്നു. ഡയറക്ടർ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന്, ഇപ്പൊ ഇനി ഷെൻഷൻ വന്നില്ല, ഇനി കാര്യങ്ങളെല്ലാം അവള് നോക്കിക്കോളും, നീ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഡയറക്ടർ യുവിനെയും കൂട്ടി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പ്രസിഡന്റും ട്രീറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഡയറക്ടർ ഡൂവിന്റെ കൂടെ അവിടെ നടക്കുന്ന കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ ഷെൻഷൻ താനൊരു ആർട്സ് ഗ്രാജുവേറ്റ് ആണല്ലോ, പിന്നെ നിന്നൊരു എന്റർടൈൻമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ഷെൻഷൻ ഇപ്പൊ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. എനിക്ക് ചെറുപ്പം തൊട്ടേ മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് തുടങ്ങി ഷെൻഷൻ അന്ന് ഡയറക്ടർ യുവിനോട് എങ്ങനെയായിരുന്നു ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഈ വന്ന ഗേളും ആൻസർ ചെയ്യുന്നു. ഈ ഉത്തരം കേൾക്കുന്ന ഷെൻഷന് പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ബോക്സു ഇവളെ അടിപൊളിയാണ്, ഇവളെ സെലക്ട് ചെയ്തോ എന്ന് പറയുന്നത് പോലെ തോന്നുന്നു. ഷെൻഷനും ആ ഗേള് കൊടുത്ത ആൻസറിൽ സാറ്റിസ്ഫൈഡ് ആണ്. റിസൾട്ട് ഞങ്ങൾ അറിയിക്കാട്ടോ എന്ന് ഷെൻഷൻ പറയുന്നു. ആ ഗേൾ അവിടുന്ന് പോകുന്നു. വേറെ കാൻഡിഡേറ്റ് അങ്ങോട്ട് വരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ആയിരുന്ന ഷെൻഷൻ ബോക്സുവിനെ ആകാശത്തിൽ ഒരു ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആക്കി മാറ്റി അവന് വേണ്ടി അടുത്ത അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷെൻഷന്റെയും ബോക്സുവിന്റെയും സ്റ്റോറി ഇവിടെ അവസാനിക്കുവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.